ശ്രീരാമൻ നായർ, അപ്പോൾ ഒരു ഒരു ഉന്നത തലങ്ങളിൽ എടുത്ത ഒരു തീരുമാനം, ഒരു ഗൂഢാലോചന നടത്തിയെടുത്ത ഒരു തീരുമാനം നടപ്പിലാക്കുകയായിരുന്നില്ലേ? അതിൽ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തുള്ളവർ ഉണ്ട്, അതുപോലെ ദേവസ്വം ബോർഡിന് പ്രിയരായിട്ടുള്ള കുറേ ഉദ്യോഗസ്ഥർ ഉണ്ട്. അത് കൃത്യമായിട്ട് നടപ്പിലാക്കുന്നു. ഈ അന്വേഷണം വാസുവിൽ മാത്രം ഒതുങ്ങുമോ? വാസുവിൻ്റെ അറസ്റ്റിൽ മാത്രം ഒതുങ്ങുമോ എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുമോ? കാരണം ഇപ്പോഴും SIT ഒരു പകച്ചു നിൽക്കുന്നതായിട്ട് തോന്നുന്നു. പുറത്തുനിന്ന് നോക്കുന്ന നമുക്ക് തോന്നുന്നത് SIT പകച്ചു നിൽക്കുകയാണോ എന്ന്. ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടൽ ഉണ്ടാകുമോ? എന്താണ് താങ്കളുടെ നിരീക്ഷണം? ശ്രീരാമൻ നായർ, താങ്കളോടാണ് ചോദ്യം. യെസ്, RV ബാബുവിലേക്ക് പോവാണ്. RV ബാബു, ഈ വാസുവിൽ അന്വേഷണം ഒതുക്കാനുള്ളൊരു ശ്രമം നടക്കുന്നു എന്നും ചില സൂചനകൾ ഉണ്ട്. ഇപ്പോൾ വാസുവിൻ്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുമോ, അല്ലെ SITക്ക് അതിനുള്ള ധൈര്യമുണ്ടോ എന്നൊക്കെ നമ്മളിനി വരും ദിവസങ്ങളിൽ കണ്ടറിയണം. കാരണം നേരത്തെ വാസുവിനെ ചോദ്യം ചെയ്തതാണ്, വിട്ടയച്ചു. അതുപോലെ ദേവസ്വം ബോർഡ് അംഗങ്ങളെ, മുൻ അംഗങ്ങളെയും ചോദ്യം ചെയ്ത് വിട്ടയക്കുകയാണ്. ഇപ്പോൾ വാസു 2 റോളുകളാണ് നിർവഹിച്ചത്. വാസു കമ്മീഷണറായിരുന്നു, ശബരിമലയിൽ കമ്മീഷണറായിരുന്നു. മാത്രമല്ല അതിനുശേഷം അദ്ദേഹത്തിന് ദേവസ്വം പ്രസിഡൻറ്റിൻ്റെ ആ പദവിയും നൽകി എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ ദേവസ്വം ബോർഡിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ ഇതിൻ്റെ ഗൂഢാലോചനയൊക്കെ നടന്നിട്ടുണ്ടാവില്ലേ? അതുകൊണ്ടല്ലേ കൃത്യമായ കരങ്ങളിൽ തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഭരണം ഏൽപ്പിച്ചത്. അല്ല, നമ്മുടെ ഈ വാസുവിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴേ, ഇപ്പോൾ ആരാണ് വാസു, ആരായിരുന്നു വാസു? വാസു ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, നമുക്കറിയാലോ. ഒരു പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായത്. ഇരിക്കട്ടെ. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന വാസുവിനെ 2010 മുതൽ 2013 വരെ അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണറായി. വാസു ഒരു തവണയല്ല കമ്മീഷണറായത്, 2 തവണ കമ്മീഷണറായി. 2 തവണ കമ്മീഷണറായ വാസു പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി. അപ്പോൾ വാസുവിന് ഇത്രമാത്രം വാസു ഇത്ര അഭിമതനാവുന്നത്, ഇത്ര ഇഷ്ടക്കാരനായിട്ട് ഈ ഇടതുപക്ഷ സർക്കാരിന് മാറാൻ കാരണം എന്താണ്? വാസുവിൻ്റെ ഭരണ പാടവം കണക്കിലെടുത്തിട്ടാണ് എന്ന് കരുതാൻ ന്യായമുണ്ടോ? വാസു അങ്ങനെ കഴിവ് തെളിയിച്ച ഒരു ഭരണ നിപുണനാണ് എന്ന് നമുക്ക് എവിടെയെങ്കിലും തെളിയിക്കപ്പെട്ട ചരിത്രമുണ്ടോ? അല്ല. അതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, വാസു സത്യത്തിൽ ഒരു ചെറിയ മീനാണ്. ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ തലവൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ദേവസ്വം ബോർഡിനെ പറ്റി ചിന്തിച്ചാൽ അതൊരു വലിയ മീനാണ്. പക്ഷേ നമുക്ക് ദേവസ്വം ബോർഡിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു കേസാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അനിൽ നമ്പ്യാർ. ഇത് ദേവസ്വം ബോർഡിന് പുറത്ത് വാസുവിനെ ബിനാമിയാക്കിക്കൊണ്ട്, വാസുവിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ തട്ടിപ്പിന് മുഴുവൻ നേതൃത്വം കൊടുത്ത അന്നത്തെ ദേവസ്വം മന്ത്രിയിലേക്ക് അന്വേഷണം പോകണം. കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം പോകണം എന്നാണ് ഞാൻ വ്യക്തമായിട്ട് പറയുന്നത്. അതെന്തിനാ മറച്ചു വെക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം കടകംപള്ളി സുരേന്ദ്രൻ അറിഞ്ഞുകൊണ്ടല്ലാതെ വാസു അവിടെ ഒരു ചുക്കും ചെയ്യില്ല. വാസുവിൻ്റെ എല്ലാ നടപടി, കാരണം വാസു അങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ നമ്മൾ സാധാരണ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് സോണിയാഗാന്ധിയുടെ നിയന്ത്രണത്തിൽ രാജ്യം ഭരിച്ച പോലെയാണ്. അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കും, ഇത് ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യും എന്നതിനപ്പുറത്തേക്കൊന്നും വാസുവിന് അങ്ങനെ ഒരു പ്രത്യേകത കഴിവൊന്നുമില്ല. വാസുവിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന തട്ടിപ്പുകൾക്ക് മുഴുവൻ ചുക്കാൻ പിടിച്ചത് അന്നത്തെ ദേവസ്വം മന്ത്രി ആയിരുന്നു. ഇത് ഞാനങ്ങ് പറയുകയാണ്. ഇത് വ്യക്തമായ ധാരണ CPM-നകത്ത് പോലും അത്തരത്തിലുള്ള ചർച്ചയുണ്ടെന്നേ. CPM-നകത്ത് പോലും അത്തരത്തിൽ വാസു നിരപരാധിയാണ്, വാസുവിനെ ഉപയോഗിച്ച്, വാസു നിരപരാധിയാന്ന് വെച്ചാൽ വാസു ആണ് ഈ കുറ്റം മുഴുവൻ ചെയ്തത്. പക്ഷേ ഇന്റൻഷൻ അല്ലെങ്കിൽ വാസുവിനെ ഉപകരണമാക്കിക്കൊണ്ട് അതിന്റെ പിന്നിൽ കളിച്ച ആളുകൾ, ആ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് SIT എത്തുമെന്ന് വിചാരിക്കുന്നുണ്ടോ അനിൽ നമ്പ്യാരെ? ഞാൻ വിചാരിക്കുന്നില്ല. ഏതായാലും ഞാൻ വിചാരിക്കുന്നില്ല. പത്മകുമാറിലേക്ക് അന്വേഷണം എത്തുമെന്നുള്ള സംശയം പോലും എനിക്കുണ്ട്. പിന്നെയില്ലേ വാസുവിലേക്ക്.
അല്ല മറ്റേ നമ്മുടെ കടകംപള്ളി സുരേന്ദ്രനിലേക്ക്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ SITയുടെ അടക്കമുള്ള അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് അവരുടെ ആ അന്വേഷണത്തിനെ സംബന്ധിച്ചുള്ള സംശയം തുടക്കം മുതൽ ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് ഹൈക്കോടതിയിലുള്ള അവിശ്വാസം കൊണ്ടല്ല, ഹൈക്കോടതിയുടെ ഈ പറയുന്ന ശ്രദ്ധക്കുറവോ അല്ലെങ്കിൽ അതിനോട് കാണിച്ച അവഗണനയോ ഒക്കെ ഈ തരത്തിലേക്ക് ഈ കേസ് എത്താൻ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഭരണം എത്താൻ കാരണമായിട്ടുണ്ടെന്നുള്ള ആക്ഷേപം ഞാൻ ഉന്നയിക്കുന്നു. പക്ഷേ ഈ അന്വേഷണ സമിതിയെ നിശ്ചയിച്ചതിന്റെ അവിശ്വാസം അല്ല ഞാൻ പറയുന്നത്. ഈ അന്വേഷണ സമിതി തീർച്ചയായും അത് പിണറായി വിജയന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. ഒരു താൽക്കാലിക സമയത്തേക്ക് മാത്രമാണ് അവർ ദേവസ്വം SIT ആയിട്ടും കോടതിക്കും റിപ്പോർട്ട് നൽകേണ്ടതുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ കേസ് കഴിഞ്ഞാൽ അവർ വീണ്ടും പിണറായി വിജയന്റെ ദാസന്മാരായിട്ട് പ്രവർത്തിക്കേണ്ടവരല്ലേ. സ്വാഭാവികമായിട്ടും അവരാരെങ്കിലും ധൈര്യപ്പെടുമോ? അപ്പൊ ഇതെല്ലാം നമുക്ക് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറയുന്നു, ഈ അന്വേഷണത്തിന്റെ അത് എത്തേണ്ടത് അത് രാഷ്ട്രീയ നേതൃത്വത്തിലേക്കാണ്. രാഷ്ട്രീയ നേതൃത്വം അറിയാതെ ഈ തട്ടിപ്പ് നടക്കാൻ പോകുന്നില്ല. ഇത് വളരെ വ്യക്തമാണ്. അതെത്തുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ഓക്കെ ശ്രീ രാമൻ നായർ, താങ്കളോടും ഞാൻ ഈ ചോദ്യമാണ് ഉന്നയിച്ചത്. അതായത് രാഷ്ട്രീയ നേതൃത്വം അറിയാതെ ദേവസ്വം ബോർഡ് ഇങ്ങനെ ഒരു ഗൂഢാലോചന നടത്തുമോ? കടകംപള്ളി സുരേന്ദ്രൻ അറിയാതെ വാസു അവിടെ ഇടപെടുമോ ഈ വിഷയത്തിൽ? അതൊക്കെ ബാക്കിയാവുകയല്ലേ. മാത്രമല്ല കൃത്യമായ സമയമാണ് തിരഞ്ഞെടുത്തത്. നോക്കൂ, ഈ പ്രളയം ഒക്കെ വന്ന കാലഘട്ടത്തിൽ, അതുപോലെ ഈ യുവതീ പ്രവേശം അത് വിവാദമായി കത്തി നിന്ന സമയം ഒക്കെയാണ് ഇവർ തിരഞ്ഞെടുത്തത് ഈ കവർച്ചയ്ക്ക് വേണ്ടി എന്നുള്ളതും ഈ ഗൂഢാലോചനയുടെ വ്യാപ്തി തന്നെയല്ലേ തെളിയിക്കുന്നത്? രണ്ടായിരത്തി 19 മുതൽ 2025 വരെ ഒരു ഇരുട്ടിൻ്റെ കാലമായിരുന്നു ശബരിമലയിൽ. അനിൽ നമ്പ്യാർ പറഞ്ഞതുപോലെ വളരെ മോശമായ സാഹചര്യങ്ങളായിരുന്നു. പ്രളയം വന്നു, അതുപോലെ തന്നെ കോവിഡ് വന്നു. അങ്ങനെ ഒത്തിരി പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങൾ അനുഭവിച്ച ഒരു കാലഘട്ടത്തിലാണ് ഈ കൊള്ള നടന്നത് എന്നുള്ളതാണ് സത്യം. ഇത് നമ്മൾ കോടതിയുടെ ഇടപെടലിനെ കുറിച്ച് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ പലതുമുണ്ടാകാം. പക്ഷേ അനിൽ നമ്പ്യാർ ഒരു കാര്യം പറയട്ടെ, അല്പമെങ്കിലും ഇത് വെളിച്ചത്ത് വരുന്നത്, ഇത്രയും കാര്യമെങ്കിലും വെളിച്ചത്ത് വന്നത് കോടതിയുടെ ഇടപെടൽ കൊണ്ടാണ്. 2019 ചെമ്പുപാളിയാക്കി ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയിട്ട് വർഷം ഇത്രയും കഴിഞ്ഞിട്ടും ശബരിമലയിലെ കാര്യങ്ങൾ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന പല ആളുകളും പല പ്രസ്ഥാനങ്ങളും ഉണ്ടായിട്ടും അവർക്കാർക്കും ഇത് പിടികിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്ന ആളുകൾ നിർബാധം അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി, ഒരു തടസ്സവുമില്ലാതെ. അവസാനം എല്ലാം വിജയിച്ച് നേട്ടങ്ങൾ കൊയ്തെടുത്തു എന്നുള്ള വലിയ പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടിയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. പക്ഷെ അയ്യപ്പൻ വിട്ടുകൊടുത്തില്ല. ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ആ വലിയ ആഹ്ലാദം അത് തിരതള്ളി നിൽക്കുന്ന സമയത്താണ് ഈ അശനിപാതം പോലെ ഇത് വന്ന് വീണത്. അതിൻ്റെ എല്ലാ ഗ്ലാമറും അതോടെ തീർന്നു. എനിക്ക് പറയാനുള്ളത്, ആഗോള അയ്യപ്പ സംഗമവും ഈ SITയുടെ അന്വേഷണ പരിധിയിൽ വരണം. അവിടെയും ദേവസ്വം ഫണ്ടിൻ്റെ കാര്യമായ ദുർവിനിയോഗം നടന്നിട്ടുണ്ട്. 8 കോടി രൂപയാണ് അവിടെ ചിലവാക്കിയിരിക്കുന്നത്. ധനലക്ഷ്മി ബാങ്ക് പോലെ ഒരു ബാങ്കിൽ നിന്നും 2 കോടി രൂപ ഈ സംഗമത്തിന് കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തിന് ധനലക്ഷ്മി ബാങ്ക് പണം കൊടുക്കണം? ധനലക്ഷ്മി ബാങ്കിൽ ദേവസ്വത്തിന് 2000 കോടി രൂപ നിക്ഷേപമുണ്ട്. അപ്പോൾ നാളെ അതിൻ്റെ പലിശ തീരുമാനിക്കുന്ന ആരാണ്? ധനലക്ഷ്മി ബാങ്ക് തീരുമാനിക്കും പലിശ എത്ര വേണമെന്ന്. അപ്പോൾ വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടും കാണിക്കപ്പണത്തിൻ്റെ ഏറ്റവും ഗുരുതരമായ രീതിയിലുള്ള അതിൻ്റെ വീഴ്ചയും അവിടെ സംഭവിച്ചിട്ടുണ്ട്. ആഗോള അയ്യപ്പ സംഗമവും SITയുടെ അന്വേഷണ പരിധിയിൽ വന്നാൽ കുറേ കൂടി കാര്യങ്ങൾ വ്യക്തമാകും. അത് നേതൃത്വം കൊടുത്ത ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പല പേരുകളും അക്കാര്യത്തിൽ രംഗത്ത് വരുമെന്നുള്ള കാര്യം സംശയമില്ല. ഇവിടെ ഇപ്പോൾ 2019 ആരംഭിച്ച ഈ കൊള്ളയെ സംബന്ധിച്ച് ഹൈക്കോടതി സോമോട്ടോ കേസെടുക്കേണ്ടി വന്നു. ഹൈക്കോടതി നേരിട്ട് ഇടപെട്ടാണ് ഈ നടപടിക്രമങ്ങളുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു അന്താരാഷ്ട്ര നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഇതിൻ്റെ അന്വേഷണം, എനിക്ക് പറയാനുള്ളത്, ഹൈക്കോടതി തന്നെ അതിനകത്ത് ഇടപെട്ട് ഒരു CBI അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കേണ്ടി വരും. ഇവിടെ പറഞ്ഞതുപോലെ ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ്.
നാളെയും അവർക്ക് അവരുടെ തൊപ്പി തലയിൽ വെച്ചുകൊണ്ട് നടക്കേണ്ട ആളുകളാണ്. അതുകൊണ്ട് തൊപ്പിക്ക് കുഴപ്പമുണ്ടാകാത്ത നിലയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ. അതുകൊണ്ട് തൊപ്പി സംരക്ഷിക്കാൻ അവർ ശ്രമിച്ചാൽ ഈ കുറ്റവാളി രക്ഷപ്പെടുമെന്നുള്ള കാര്യം സംശയമില്ല. മുമ്പ് പലപ്പോഴും ഇത് സംഭവിച്ചിട്ടുണ്ട്. കൊണ്ടുപോയ സാധനങ്ങൾ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അതല്ലാതായി തീർന്ന സംഭവങ്ങൾ എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. ഹരിപ്പാട്ട് അമ്പലത്തിലെ കമ്പവിളക്ക് മോഷണം പോയതല്ല, നന്നാക്കാൻ കൊടുത്തു വിട്ടു. തിരിച്ചു വന്നത് ആ മെറ്റീരിയലായിരുന്നില്ല. അവിടെ വലിയ പ്രക്ഷോഭം ഉണ്ടായി. പിന്നീട് കമ്പവിളക്ക് പണിയിക്കാൻ ആ ക്ഷേത്ര പരിസരത്ത് വെച്ച് തന്നെ കമ്പവിളക്ക് പണിയിക്കാനുള്ള ഉത്തരവ് കൊടുക്കുകയും അവിടെ വെച്ച് അത് നിർമ്മിച്ച് അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത് 300-400 കൊല്ലം പഴക്കമുള്ള ഒരു വലിയ കമ്പവിളക്ക് അത് പണി നടത്തുന്നതിന് വേണ്ടി ഒരു കോൺട്രാക്ടറുടെ കയ്യിൽ അന്നത്തെ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചു. തിരിച്ചു വന്നത് വേറെ മെറ്റീരിയലായിരുന്നു. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ പലതും വേണ്ട രീതിയിലുള്ള ഉത്തരവാദിത്വ ബോധമില്ലാത്തതുകൊണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ തുടക്കമാണ് സ്വർണ്ണപ്പാളിയെ ചെമ്പുപാളിയാക്കി മാറ്റി കൊടുത്തുവിടാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. അത് ചെമ്പുപാളിയിൽ നിന്നും പിന്നീട് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ റിപ്ലിക്ക വരെ ഉണ്ടാക്കി, ശബരിമലയിലെ വിഗ്രഹം ഉൾപ്പെടെയുള്ളതിൻ്റെ റിപ്ലിക്ക വരെ ഉണ്ടാക്കി കൊള്ളയടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും ഗുരുതരമായ ഈ കുറ്റകൃത്യം ചെയ്ത ആളുകൾ രക്ഷപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ അന്വേഷണം കുറെ കൂടി ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഹൈക്കോടതി ശ്രമിക്കും എന്ന് ഞാൻ പൂർണ്ണമായി പ്രതീക്ഷിക്കുന്നു. ഇവിടെ നേരത്തെ മിനിറ്റ്സിനെ കുറിച്ച് കാര്യം സൂചിപ്പിച്ചല്ലോ. 2 വർഷക്കാലം ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സ് പോലും ഇല്ലാതിരുന്നു എന്നുള്ള ഒരു സത്യം നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാകും. 2007 മുതൽ 2009 വരെ കാലത്ത് ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സേ ഇല്ല. അന്ന് മിനിറ്റ്സ് രേഖപ്പെടുത്തിയിട്ടില്ല. ബോർഡ് ഉത്തരവുകളെല്ലാം കൂടി ഒരു കെട്ടാക്കി എടുത്ത് കൊടുക്കുകയായിരുന്നു. അങ്ങനെ കുത്തഴിഞ്ഞ പല സംഭവങ്ങളും ഈ പ്രസ്ഥാനത്തിനകത്ത് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. കണ്ടുപിടിക്കാനും പരിഹരിക്കാനും ഒക്കെയുള്ള പരിശ്രമങ്ങൾ പല ഭാഗത്തുനിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെങ്കിലും കാതലായ രീതിയിലുള്ള മാറ്റങ്ങൾ ഒരിക്കലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അടിമുടി അതിൻ്റെ കാര്യങ്ങൾ പരിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം ഓരോ സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോഴായിരിക്കാം വാസ്തവത്തിൽ ഭഗവാൻ ഓരോ രൂപത്തിൽ അവതരിച്ച് കൂടുതൽ കാര്യങ്ങൾ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. കേരള ഹൈക്കോടതിയായിരുന്നു ഇത്രയും കാലം നമ്മുടെ ആശ്രയം. ഹൈക്കോടതിയായിരുന്നു ഇക്കാര്യത്തെക്കുറിച്ച് വളരെ ശ്രദ്ധാപൂർവ്വം നോക്കിക്കാണേണ്ട ഒരു സ്ഥാപനം. വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരെ പോലും മറയത്ത് നിർത്തിക്കൊണ്ട് അവരുടെ കൂടെ അസാന്നിധ്യത്തിലാണ് ഇത് കൊണ്ടുപോയതെന്ന് നമ്മൾ മനസ്സിലാക്കണം. കേരള ഹൈക്കോടതി നിയോഗിച്ച വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർ ശബരിമല തുറന്നിരിക്കുമ്പോൾ നട അടയ്ക്കുന്നത് വരെ അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവേണ്ടതുണ്ട്. നട അടച്ചതിന് ശേഷമാണ് ഇത് പൊളിച്ചു കൊണ്ടുപോയത്. അപ്പോൾ പലപ്പോഴും വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരുടെ പോലും അസാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അവരെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് നടത്തിയ കാര്യങ്ങൾ, തിരുവാഭരണത്തിൻ്റെ ചുമതല വഹിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്വത്തിൽ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ ഒന്നുമല്ലാത്തൊരു പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടിരിക്കുന്നു. എത്ര ഗുരുതരമായ നിയമലംഘനങ്ങളാണ് അവിടെ നടന്നതെന്ന് ഓരോ ഘട്ടങ്ങളിലൂടെ അവിടെ പുറത്തു വരികയാണ്. നിശ്ചയമായിട്ടും ഈ കാര്യത്തിൽ കൂടുതൽ ആഴത്തിലേക്കുള്ള അന്വേഷണം കടന്നു പോകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്കിന്ന് ആശ്രയിക്കാവുന്നത് ഈ ഹൈക്കോടതിയുടെ നടപടിക്രമങ്ങളാണ്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളൊന്നും ഇപ്പോൾ നമ്മുടെ മുന്നിലില്ല. പക്ഷേ ഒരു കാര്യം ഭക്തജനങ്ങളും അതുപോലെ തന്നെ വിശ്വാസികളും മുറുകെ പിടിക്കുന്നു. ഈ അന്വേഷണം കുറെ കൂടി ശക്തമാക്കണം. അതിന് സെൻട്രൽ ഒരു ഏജൻസിയെ പോലെ CBI പോലെയുള്ള ഏജൻസി ആ അന്വേഷണത്തിന് ചുമതല ഏറ്റെടുത്താൽ കുറെ കൂടി കാര്യങ്ങൾ വ്യക്തമാകും എന്നും കുറെ കൂടി ആളുകൾ നിയമപരമായ കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്ന് അവരെ ശിക്ഷിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും വരാനിരിക്കുന്ന ദിവസങ്ങൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേവസ്വം ബോർഡ് അതിൻ്റെ പോക്ക് എങ്ങനെയാകും എന്നുള്ളത് നമുക്ക് കണ്ടറിഞ്ഞ് കാണേണ്ടതായിട്ടുണ്ട്. അയ്യപ്പസ്വാമിയെ തൊട്ട് കളിച്ചവരാരും രക്ഷപ്പെട്ടില്ല എന്നുള്ള ഒരു ചരിത്ര യാഥാർത്ഥ്യം നമ്മുടെ മുൻപിലുണ്ട്. ആ യാഥാർത്ഥ്യം സത്യമാണ്. ആ സത്യത്തെ ആർക്കും മറച്ചു വയ്ക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഈ കുറ്റവാളികൾ കൽത്തുറുങ്കിൽ അടയ്ക്കപ്പെടും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു.